ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്നിഗ്ധ. നമുക്ക് ഇന്നത്തെ റീഡിംഗ് ഒന്ന് നോക്കാം. ഇന്ന് ഞായറാഴ്ച, മലയാളം 1-ാം തീയതിയാണ്. നമുക്ക് ഇന്നത്തെ റീഡിംഗ് ഒന്ന് നോക്കാം. എന്താണ് ഇന്ന് ഡിവൈൻ മെസ്സേജ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. എൻ്റെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ഒന്ന് ചെയ്തേനെ. അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് നിങ്ങൾക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന എന്തൊക്കെ മെസ്സേജസ് അവളെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 5 കാർഡ് എടുത്തേക്കുന്നേ, അത് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാർഡ് വന്നിരിക്കുന്നത് നോക്കാം. ഹൈ പ്രീസ്റ്റസ്, 10 of Wands, Devil, 10 of Swords, Queen of Cups, Justice, Moon, 6 of Pentacles, 6 of Cups, Knight of Wands, Ace of Cups. ഇന്ന് മേജർ ആർക്കാന കാർഡ് കുറേ 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും നിങ്ങളുടെ ഒരു ഇപ്പോൾ എന്തായിരുന്നു നമ്മൾ ഇത് പറയുമല്ലോ, നമ്മളുടെ കർമ്മം. അപ്പോൾ നമുക്ക് ഡിവൈനായിട്ട് നമ്മുടെ ഈ കാലചക്രം തിരുണം എന്ന് വെച്ചാൽ നമ്മൾ എന്തുമായി ഇത് വരുന്നതും ഈ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ വരത്തുള്ളൂ. അതിപ്പം ഇപ്പോൾ ഇത്രയും മേജർ ആർക്കാന കാർഡ് വന്നുകൊണ്ട് ഇപ്പം കർമ്മഫലം തന്നെ ആണിതെല്ലാം. പിന്നെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നോക്കിയിട്ട് ഡബിള് വരുന്നുണ്ട്. ഈ കാർഡ് എപ്പോഴും ഡെയിലി വരുന്നുണ്ട്. എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലുണ്ടോ, അതോ ഇനി ആരിലും എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ എന്തോ. ഇപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ചായിട്ട് ഡബിള് വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളിലുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് ഹീൽ ചെയ്തൊക്കെ ഒന്ന് കളയാൻ നോക്കണം. നിങ്ങളിൽ ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ കിടക്കാതെ. അതല്ല ഇനിയും ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്താണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. യൂണിവേഴ്സ് തന്നെ അതിനെ തിരിച്ച് അവർക്ക് ആ കർമ്മഫലം തിരിച്ച് കിട്ടിക്കോളും. അവർ ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ നിങ്ങളൊന്നും ചെയ്യേണ്ട. അത് നിങ്ങൾക്കിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഒരു വിഷമം കാണും. ഇച്ചിരി കഴിയുമ്പോൾ അത് മാറി നിങ്ങൾ നല്ല ഇതിൽ വരും. കാരണം യൂണിവേഴ്സിന് അറിയാം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നോളും. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇൻഡ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അതിപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം അതും ശ്രദ്ധിക്കുക. 10 of Wands എനർജി ഇന്നും വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പാടും എല്ലാം നിങ്ങളൊന്ന് മാറ്റി എല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്ന ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പുതിയൊരു തുടക്കമാണ്, ആത്മീയമായ ഒരു ഉണർവാണ്. ഇതുവരെ ഇത്ര നാളില്ലാത്തൊരു ഉണർവ് വരും, ഓരോന്നും പുതിയതായിട്ട് തുടങ്ങാൻ. പിന്നെ ഡബിളിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അത് വിട്ടുതരാൻ നോക്കണ്ട. ഒന്നീ നിങ്ങൾ നെഗറ്റീവ് എനർജി വല്ല നിങ്ങളുടെ ഉള്ളിലുള്ളതാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തൊന്ന് മാറ്റാൻ നോക്കുക, ഹീൽ ചെയ്യാൻ നോക്കുക. അതല്ല എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് അത് ഇങ്ങനെ നിങ്ങളെ ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ മാറിക്കോളും ആ ഒരു സമയം കഴിയുമ്പോൾ. പിന്നെ യൂണിവേഴ്സ് എല്ലാം അറിയുന്നുണ്ടല്ലോ, ആ ചെയ്യുന്നവർക്ക് ഭഗവാൻ ഈ യൂണിവേഴ്സ് കൊടുത്തോളൂ അതിൻ്റെ. പിന്നെ 10 of Swords ഉണ്ട്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കത്തിലോട്ട് പോകുന്നു. അപ്പം നിങ്ങൾ ഈ കഷ്ടപ്പാടിലൊന്നും കിടക്കേണ്ടവരല്ല. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ മുമ്പോട്ട് പോകാനൊരു മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ വിദേശം മുമ്പോട്ട് പോയാൽ മതി. ഈ 10 of Wandsഉം 10 of Swordsഉം വന്നിരിക്കുന്നത് രണ്ടും എൻഡിങ് ആണ്. പക്ഷേ പുതിയൊരു തുടക്കത്തിനാണ് എൻഡിങ്. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു നല്ലൊരു തുടക്കം വരുന്നുണ്ട്. കാരണം ഇത്രയും മേജർ ആർക്കാനക്കാർഡ് വന്നപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ചോ എന്തോ നല്ലൊരു തുടക്കമാണെന്ന്. ഇത് കുറച്ച് നിമിഷത്തേക്കുള്ളതൊന്നുമല്ല, ലോങ് പീരീഡാണ് ഇതിൻ്റെ ടൈം. പിന്നെ ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ഇന്ന് അഡ്വൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നല്ല ദയയുള്ളവരായിട്ട് നല്ല സ്നേഹത്തോടെ എല്ലാവർക്കും
എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും എല്ലാവരും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും ഇന്ന്. പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് വന്നപ്പം ഇത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ് ഈ നടക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പം കുറച്ചായിട്ട് ഇത് മൂൺ വന്നിട്ടുണ്ട്. ഇമോഷണലി ചിലപ്പോൾ കുറച്ച് നിങ്ങൾ വിഷമിക്കും, ഇമോഷണലി കുറച്ച് നിങ്ങൾ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ്സ്, എന്തൊക്കെയോ ഒരു നഷ്ടം, ആരൊക്കെയോ നിങ്ങളെ വഞ്ചിച്ച പോലെ അങ്ങനത്തെയൊക്കെ ഒരു ഫീൽ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറഞ്ഞത് അതേപോലെ നിങ്ങൾ പോവുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ മൂണിൻ്റെ ഈ എനർജി വന്ന പോലെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയും വഹിച്ചുകൊണ്ട് പോയിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കേണ്ട. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക. ആരെന്ത് നിങ്ങളോട് വഞ്ചിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഡെവിൽ എനർജിയുടെ ഒക്കെ വന്നേക്കും, ബ്ലാക്ക് മാജിക് വല്ലതും ആണെങ്കിൽ അതൊക്കെ എന്നും ഒരുപോലെ നിൽക്കത്തില്ല. കാലചക്രം തിരിഞ്ഞു വരും. ആ സമയത്ത് അവർക്കുള്ളത് അവർക്ക് ഈശ്വരൻ ദിവൻ കൊടുത്തോളും. അപ്പോൾ അങ്ങനെ വിചാരിക്കുക. നിങ്ങളിപ്പം ആ ഒരു നെഗറ്റീവ് എനർജി ഇരിക്കുക, അത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് തരുമ്പം അപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. നൈറ്റ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല 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 എനർജിയോടെ ശൗര്യത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്ന് നൈറ്റ് ഓഫ് വാണ്ട്സ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിന് കഴിയും. അത്രയും നല്ല സ്പിരിച്വലി ഉയർന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾ. ആ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇവൻ ഇത്രയും ഒരു മെസ്സേജ് തരുമ്പോൾ നിങ്ങൾ തന്നെ അത് ഉൾക്കൊണ്ട് നിങ്ങൾ ഈ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് പോകും. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പഴയ കാലം ഒന്നീ സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലുള്ള ആരോ നിങ്ങളെ കാണാൻ പറ്റുന്നു. നിങ്ങളുമായിട്ട് അവരും നിങ്ങളോട് ഒരുന്നൊരു മീറ്റ് കാണണം. കാരണം 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം പഴയകാല ഓർമ്മകൾ, കുഞ്ഞു പിള്ളേരെ പോലെ അവരെ കാണുമ്പോൾ അത്ര സന്തോഷിച്ചിരിക്കാനും ഒക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ കളിച്ചിരിച്ചിരിക്കത്തില്ല, അതേപോലെ ആ കുറച്ച് നിമിഷങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒന്നീ പാസ്റ്റ് കണക്ഷനുള്ള ആരോ വരുന്നത്, അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പൂർവികരുടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പൂപ്പൻ, നിങ്ങളുടെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരില്ല, അങ്ങനെ ആരെയോ കാണുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ നല്ല ഫ്രണ്ട്സ്, നിങ്ങൾ പണ്ട് ഒരുപാട് സ്നേഹിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ല, നിങ്ങളുടെ ലവർ, ഇങ്ങനെ ആരോ ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് സന്തോഷമായിരിക്കും. നിങ്ങളപ്പം ഒരു കുഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ അവരുടെ ഒപ്പം നടക്കും, കളിച്ചിട്ട് ആ സന്തോഷത്തിൽ പങ്കെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ്. ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജിൽ ദ മൂൺ വന്നേക്കുന്ന കുറച്ച് ഇമോഷണലി നിങ്ങൾ കുറച്ച് ഡൗൺ ആയിരിക്കും, ആ ഒരു വിഷമമുള്ളൂ. മറ്റേ ഡെവിളൊക്കെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് നിങ്ങൾ വിട്ടേരാ കാര്യം ഒന്നും ആലോചിക്കേണ്ട. ഡെവിളിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ഈ കാർഡ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, എന്തോ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. അപ്പം നിങ്ങളതിലൊന്നും വിഷമിക്കണ്ട. അതൊക്കെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണും. എന്നിട്ട് എന്നോട് സോഴ്സ് പറഞ്ഞല്ലോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു, ഇപ്പോൾ ഉള്ളതെല്ലാം അവസാനിപ്പിച്ചിട്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് യൂണിവേഴ്സിന് നല്ലോണം കൊണ്ട് ഈ കഷ്ടപ്പാടൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ പുതിയതിലേക്ക് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. യേസു കപ്സ് ആത്മീയമായിട്ട് കുറച്ച് നിങ്ങൾ ഉയരുന്നുണ്ട്. അത് നിങ്ങൾ സ്പിരിച്വലി ഒക്കെ നിങ്ങൾ നല്ലൊരു ഉയരത്തിലോട്ട് വരുന്നുണ്ട്. അതാ ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്, യേസു കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.